ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസിൽ ആരൊക്കെയാണ് കണ്ടസ്റ്റൻ്റ് എന്നാണ് അത് അടുക്കും തോറും എല്ലാവരും അതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ആ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എന്തായാലും ഒരു 5-10 പേര് ഉറപ്പായിട്ടും വരും തന്നെയാണ്, ഉറപ്പിച്ചിരിക്കുകയാണ്. അവർ വരും, ഉറപ്പാണ്. പിന്നീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലാസ്റ്റ് സമയത്ത് ഏഷ്യനെറ്റോ അല്ലെങ്കിൽ എൻ്റെ മോൻ ഷൈനൊക്കെ അവർക്ക് തൃപ്തികരമല്ല എന്ന് തോന്നിയിട്ട് ആ ക്രൂ അവരെ പുറത്താക്കേണ്ട ഒരവസ്ഥ വന്നു തന്നെ അവർ പോകുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ആദ്യം പറഞ്ഞ അതിലെളുപ്പം അനുമോൾ അവർ എന്തായാലും ഈ ഒരു സീസൺ ഉണ്ടാവും തന്നെയാണ്, ഉറപ്പിച്ചിരിക്കുകയാണ്. കോമഡി സ്റ്റാർസിലൂടെ വളരെയധികം പ്രശസ്തിയാണ് അനു. അതുപോലെ തന്നെയാണ് രേഖ എന്ന് പറയുന്ന നമ്മുടെ സീരിയൽ നടിയാണ് രേഖ രതീഷ്. കുടുംബിനികളുടെ ഇഷ്ടതാരമാണ് രേഖ. അവർ ഈ ഒരു സീസൺ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ആദിത്യ ജയൻ പ്രശസ്ത നടി അമ്പിളിദേവിയുടെ എക്സ് ഹസ്ബൻഡാണ്. വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുവരെ പറയാത്തൊരു പേര് എന്ന് പറയുന്നത് അങ്കമാലി ഡയറീസിലൂടെയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു അപ്പാനി ശരത്ത് എന്നൊരു നടനുണ്ട്. അപ്പോൾ ആ നടൻ ഈ ഒരു സീസൺ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ ലൈം ലൈറ്റിലൊക്കെ വളരെ കുറവ് ആണ് നമ്മൾ കാണുന്നത്, സിനിമകൾ കുറവാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഭയങ്കര അഹങ്കാരമാണ്, സിനിമയിൽ നിൽക്കാൻ അറിയില്ല, അങ്ങനെയുള്ള ഒരു റൂമറൊക്കെ 2-3 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ കരഞ്ഞുകൊണ്ടൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അദ്ദേഹം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന് ഈ ഒരു ബിഗ് ബോസ് വഴി ഒരു റീബർത്ത് ഉണ്ടാവട്ടെ അല്ലേ, അങ്ങനെയാണല്ലോ. മങ്ങിയിരിക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു തുടക്കമായിട്ട് ബിഗ് ബോസ് ചിലപ്പോൾ മാറാറുണ്ട്, ശരിക്കും നിന്ന് കഴിഞ്ഞ്. അതല്ല കുറച്ചൊരു പ്രശ്നമായിട്ട് മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കരിയർ തന്നെ നശിച്ചു പോകുന്ന രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരത്തിന് ബിഗ് ബോസ് ഒരു വലിയ ബ്രേക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് കൂടുതലും ലേഡീസിൻ്റെ ഒരു ലിസ്റ്റാണ് നമുക്ക് കിട്ടിയത്. സീരിയൽ താരങ്ങൾ ഒരുപാട് വന്നത്. അവന്തിക മോഹൻ ഒരുപാട് ആരാധികരുള്ള ഒരു നടിയാണ്. സീരിയലിൽ ഉള്ള ഒരു ആക്ട്രസ്സാണ്. അവർ ഇത് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ രേണു സുധിയുടെ പേര് എല്ലാ യൂട്യൂബേഴ്സും പറയുന്നുണ്ട്, രേണു സുധി ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവരുണ്ടാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങളും അതുപോലെ വൈറലായി നിൽക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് എന്തായാലും രേണു സുധിയാണ്. അപ്പോൾ അവരെന്തായാലും ഉണ്ടെങ്കിൽ ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും, ബിഗ് ബോസിൽ അവർ നിൽക്കുന്നതായിരിക്കും, ഡ്രാമ ക്യൂനായിരിക്കും, ബോൾഡായി നിൽക്കുന്നതൊക്കെ എല്ലാവർക്കും ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും രേണു സുധി ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സുധിയേക്കാൾ പ്രശസ്തിയായിക്കൊണ്ടിരിക്കുകയാണ് രേണു. അക്ബർ ഖാൻ എന്ന് പറഞ്ഞ ഒരു സിംഗർ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ട് ഒരുപാട് നല്ല ഹിന്ദി സോങ്സ് ഒക്കെ പാടിയിട്ട് പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഏഷ്യൻ്റെ സരിഗമപ്പയിൽ അദ്ദേഹം വരുന്നുണ്ട്. അതിലൊരു ജഡ്ജായിട്ട് കുറേ പാനലൊരു ജഡ്ജിമാരിരിക്കുന്നത്, അതിലൊരാളാണ് ഈ അക്ബർ. അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിക്കാം. സാബുമോൻ്റെ പോലെയൊക്കെ ഒരു ക്രൂക്കഡാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരുപാട് ആങ്കേഴ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് ചാനലുകളിലൊക്കെ ആങ്കേഴ്സ് വരുന്നു, യൂട്യൂബ് ചാനലുകളിലൊക്കെ വരുന്ന ഒരുപാട് ആങ്കേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നല്ല രീതിയിൽ പ്രശസ്തയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷാരിക എന്ന് പറയുന്നത്. യൂട്യൂബ് ചാനലിൽ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഷാരിക എന്ന് പറയുന്നവരെ എല്ലാ ഇൻ്റർവ്യൂസും വൈറലാണ്. ഒരുപാട് സെലിബ്രിറ്റീസിനെ കൊണ്ടിരുത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, വെറുതെ ചോദിക്കുന്നതല്ല, അവർ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ കുറേ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരിൽ നിന്ന് കുറേ ചീത്തയും അവർ ചിലപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അതുപോലത്തെ ഒരു വ്യക്തി ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കേട്ടോ, എപ്പോഴും വഴക്കടിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും ശാരിക എന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്ത് പോയിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശാരികയുടെ തന്ത്രം എന്താണെന്ന് നമുക്കറിയില്ല. പുറത്തുള്ളൊരു ഇമേജ് മാറ്റി നല്ല കുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ശാരികനെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതാണ് ശാരിക. ശാരിക ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ഒച്ചയും ബഹളം ഉറപ്പാണ്. അടുത്ത ഒരാൾ പറയുന്നത് ഇതേപോലെ തന്നെ ഇവരുടെ അതേ ചാനലിൽ വരുന്ന ഒരു വ്യക്തിയാണ് റോഹൻ ലോണ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ പറയില്ല, ഒരു കിങ് ഉണ്ടാവുമല്ലോ എപ്പോഴും ബിഗ് ബോസിൽ, ഒരു രാജാവിനെ എല്ലാവരും കയറ്റി വയ്ക്കും ആദ്യം തന്നെ. റോഹൻ ലോണ ഇത്തവണ ഒരു രാജാവാനുള്ള എല്ലാ അത് കാണുന്ന ചാൻസും കാണുന്നുണ്ട്. കാരണം കാണാൻ നല്ല ലുക്കാണ്, പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ സംസാരം അങ്ങനെ ആരും പേടിക്കുന്ന രീതിയിലുള്ളൊരു സംസാര രീതിയൊന്നും അല്ല. അത് ഇൻ്റർവ്യൂ ചെയ്യുന്ന മൈത്രേയനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ രേണു സുധി, അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഖിൽമാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അറിയാലോ, എല്ലാവരും പുലികളാണ്. ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളൊരു ആങ്കറാണ് റോഹൻ ലോണ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്.
പിന്നെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ആക്ട്രസ് ഇതിൽ വരുന്നുണ്ട്. ഏഷ്യാനെറ്റിലൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുള്ള ഒരു സീരിയലിലെ ഒരു ആക്ട്രസ്സാണ് ഐശ്വര്യ റാംസായ്. അത് ഒരു തമിഴത്തിയാണ്. പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് അമ്മമാരും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് ഐശ്വര്യ റാംസായ് എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ് പ്രേക്ഷകരൊക്കെ ഒരുപാട് മലയാളം ബിഗ് ബോസിലേക്ക് അടുപ്പിക്കാൻ കൊണ്ട് സാധിക്കുന്ന തോന്നുന്നു. കഴിഞ്ഞതിൽ ശ്രീത്വമൊക്കെ വന്ന പോലെ. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരുപാട് പ്രേക്ഷകരെ വോട്ട് ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ഇവർ ഉണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ഇവർ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഒരുപാട് വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പഴയ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷ, നമ്മളിപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരുമെന്ന് ഏകദേശം തോന്നുന്ന ആൾക്കാരാണ് നമ്മൾ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഇടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാസിയുടെ പേര് എവിടെയും ഇപ്പോൾ കാണുന്നില്ല. ജാസി എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂവിൽ ഔട്ടായി പോയോ എന്നൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ അവർക്കൊരു ജെനുവിനിറ്റി ഇല്ലെന്ന് തോന്നിയതുകൊണ്ട് ഏഷ്യാനെറ്റ് തന്നെ പുറത്താക്കിയതാണോ നമുക്കറിയില്ല. അപ്പോൾ ജാസി വരുന്നുണ്ടോ അത് വൈൽഡ് കാർഡായിട്ടാണ് വരുന്നത് ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ തുടക്കത്തിൽ ജാസിയുടെ പേര് എവിടെയും കേൾക്കുന്നില്ല. ജാസി ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അവർ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ള ഒരു എന്ന് പറയുന്നത് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, LGBT കമ്മ്യൂണിറ്റി. അതിൽ നിന്ന് വരുന്നത് നൂറ ആൻഡ് ആദില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പിളാണ്. ഒരു ലെസ്ബിയൻ കപ്പിൾ ആദ്യമായിട്ടാണ് മലയാളം ബിഗ് ബോസിൽ വരുന്നത്. അത് ഒരുപാട് വിവാദങ്ങൾ പെട്ടാണ്. കോടതി കേസും കാര്യവും കുടുംബക്കാരായിട്ട് അടിയിടി അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് മാരീഡ് ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു ലെസ്ബിയൻ കപ്പിളാണ് നൂറ ആൻഡ് ആദില എന്ന് പറയുന്നത്. അപ്പോൾ അവരുണ്ടെന്നാണ് കേൾക്കുന്നത്. അവർ ഇൻഡിവിജ്വലായിട്ട് പ്ലെയേഴ്സ് ആയിട്ടാണോ ഒരുമിച്ചാണോ കളിക്കാൻ നമുക്കറിയില്ല. ഇപ്പം നമ്മൾ സീസൺ 2 കണ്ടുവല്ലോ, അമൃത സുരേഷും അഭിരാമി സുരേഷും വന്നില്ലേ, അതേപോലെ ആണോ ഇവർ വരുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇതിൽ നമ്മുടെ ഡേഞ്ചറസ് ഫിറോസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സജനൊക്കെ വന്നതുപോലെ ചിലപ്പോൾ അവർ രണ്ടാളും ഒരാളായിട്ടാണ് ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഈ രണ്ടാളും വരുന്നത്. അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വലായിട്ട് ഇവർ തമ്മിൽ അതിനകത്ത് വരുമ്പോൾ വല്ല അടിയിടി ഉണ്ടാവുമോ, അങ്ങനെ വല്ല ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇഷ്ടമായിട്ട് അങ്ങനെ രണ്ട് വ്യക്തികൾ തന്നെയായിട്ട് കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആൾക്കാരൊക്കെയാണ് ബിഗ് ബോസ് സീസൺ 7 എന്തായാലും വരാനായിട്ട് ഒരു 101% ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ. വരട്ടെ. പുതിയ ആൾക്ക് നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരായിരിക്കില്ല അത് ചിലപ്പോൾ നല്ല രീതിയിൽ കളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പാവം എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെയൊക്കെയാണ് അവർ ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി മാറി വരുന്നത്. കുറേ ദിവസമൊക്കെ അവർ ചിലപ്പോൾ അഭിനയിച്ചൊക്കെ നിൽക്കും, പിന്നെ അവരൊക്കെ മാറും. അങ്ങനെ എത്ര ക്യാമറയുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ അവർ മറന്നു പോകുന്ന നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരുപാട് സീരിയൽ ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ വന്നിട്ട് അവർക്കൊക്കെ പറ്റുന്നൊരു അബദ്ധമാണത്. കാരണം കുറേ കഴിയുമ്പോൾ അവർ സ്വന്തം സ്വഭാവം പുറത്തേക്ക് എടുക്കും. അല്ലെങ്കിൽ അവർ എന്താണോ അവരുണ്ടായത് അതിൽ നിന്ന് അവർക്ക് അവിടെ നിന്ന് അവർ സ്വയം ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് എന്താ പറയുക ഇടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം. അത് ചിലപ്പോൾ അവർക്ക് പോസിറ്റീവാകും, അത് നെഗറ്റീവാകും, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവർക്കും എല്ലാവർക്കും നല്ല ഫാൻസ് ഫോളോയിങ് ഒക്കെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാവങ്ങൾ ഇതിൽ വന്നൊരു 100 ദിവസം വന്നിട്ട് മോശപ്പേരുണ്ടാക്കി പോവാതെ അവർ പിടിച്ചു നിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ സീസൺ 4 പോലെ ആവട്ടെ എന്നാണ്. സീസൺ 4 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസൺ. അതേപോലെ തന്നെ സീസൺ 4 പോലെ തന്നെ നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാവട്ടെ. ഓരോ എപ്പിസോഡിലും നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടായിട്ട് ലാലേട്ടന് പോലും മോശപ്പേരില്ലാത്ത രീതിയിൽ പ്രേക്ഷകർ പിടിച്ചിരുത്താവുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ കൊടുക്കാനുള്ള കണ്ടസ്റ്റൻസ് ആയി തീരട്ടെ എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് അടുത്ത മാസം ബിഗ് ബോസ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടായിരിക്കും കൂടുതൽ ഞാൻ ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.